ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്ര ഹാപ്പി ട്രെയിൽസ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ചെറി ബ്ലോസം കാണാനും പിന്നെ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. മോൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറി ബ്ലോസം ഒക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം, പിന്നെ കുറച്ച് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചുറ്റി കണ്ടു വരാം. ഈ വസന്തകാലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു കാലം തന്നെയാണല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം എന്നൊക്കെ പറയും പോലെ വിൻ്റർ ടൈം കഴിഞ്ഞ് ഇതുപോലെ സ്പ്രിംഗ് ടൈം ആവുമ്പോൾ ചെടികൾക്കും മരങ്ങൾക്കും മാത്രമല്ല നമുക്കും ഒരു പുതുജീവൻ കിട്ടിയ പോലെയാണ്. ഈ ഉണങ്ങി നിൽക്കുന്ന ചില്ലകളിലൊക്കെ ആദ്യം ഒരു മുട്ട് വിരിഞ്ഞ് പിന്നെ അതൊരു പൂവായി മാറി പിന്നെ ഇലയായി മാറുന്ന കാഴ്ച അതിപ്പോഴും എനിക്ക് കൗതുകമാണ്. ഇന്നിപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ എനിക്ക് കുറച്ച് സാഹിത്യമൊക്കെ ഇങ്ങനെ കയറി വരും. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞുകൂടെയെന്ന്. എന്ത് ചെയ്യാനാ, ഫ്രണ്ട് ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ വാക്കുകൾക്കൊക്കെ ഭയങ്കര ക്ഷാമാണെന്നേ. പക്ഷെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ അനർഘ നിർഗ്ഗളായിട്ട് ഒഴുകി വരും. അപ്പോൾ പറഞ്ഞു വന്നത് അമേരിക്കയിലെ ചെറി ബ്ലോസം. ഈ ഒരു ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ ഈ ചെറി മരത്തിൽ ചെറി പൂക്കൾ പൂക്കുന്ന ഒരു ടൈമാണ്. ചെറി ബ്ലോസത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ജപ്പാനിൽ തന്നെ പോകണം. അവർക്കിതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അവർ ചെറി പൂക്കളെ ചെറി ബ്ലോസം അല്ലെങ്കിൽ സാക്കുറ എന്നാണ് വിളിക്കാറ് കേട്ടോ. മാർച്ച് മിഡ് തൊട്ട് ഏപ്രിൽ മിഡ് വരെയുള്ളൊരു സമയത്താണ് ഈ ഒരു ചെറി ബ്ലോസം. അതും മെല്ലെ തുടങ്ങി അതിനൊരു പീക്ക് ടൈമൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ചെറി ബ്ലോസം ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരിക്കും. വാഷിങ്ടൺ DC-യിലാണ് ഇതിന് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അവിടെ ഈ ഒരു സമയത്ത് നല്ല ക്രൗഡായിരിക്കും. ഇത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള മേളായിരിക്കും. ഇവിടെ ഇങ്ങനെ പാർക്കുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെറി ട്രീ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിലിങ്ങനെ വൈറ്റും പിന്നെ ഒരു വൈറ്റ് കലർന്ന പിങ്കും പിന്നെ നല്ല ഡാർക്ക് പിങ്കൊക്കെ ആയിട്ട് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ അതേ 1-2 മരങ്ങളിലൊക്കെ ഇങ്ങനെ ചെറി ബ്ലോസം ഉള്ളു കേട്ടോ. എല്ലാ മരങ്ങളിലൊന്നും ഇല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ടൈം കഴിയാറായി. ഏപ്രിൽ മിഡൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിയും. അപ്പം നമ്മൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരുവിധം കഴിഞ്ഞു. എന്നാലും മോൻ്റെ കൂടെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മുടെ വക കുറച്ച് ഫോട്ടോ പോസിങ് പരിപാടികളൊക്കെ ആയിരുന്നു. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പാർക്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് എൻജോയ് ചെയ്തു കേട്ടോ. ഓക്കേ, രണ്ട് കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ധ്രുവ് ട്രൈ ചെയ്യേ. യെസ്, ഓൾമോസ്റ്റ്. വൺ മോർ ടൈം. ഓക്കേ, റെഡി? 1 2 3. ട്രൈ ചെയ്യടാ. അവന് പറ്റുന്നില്ല. ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോവാ. ഓക്കേ, ചെയ്താ കയ്യിൽ ബാലൻസ് ചെയ്യണം കേട്ടോ. ഓൾമോസ്റ്റ്. ഓക്കേ, നിന്നാ. റെഡി? കൈ താഴെ. എന്താ ചെയ്യണം ചേട്ടന്? ബൂം ബൂം ബൂം. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു പാർക്ക് അത്യാവശ്യം വലിയൊരു പാർക്കാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ വരുവാണെങ്കിൽ ഒരു പിക്നിക് പോലെ നമുക്കവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കുട്ടികളിങ്ങനെ കളിച്ച് ചിരിച്ച്
അങ്ങനെ കുറേ നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഈ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പേരൊരു വലിയ പേരാണ്, നമ്മുടെ മനസ്സിൽ നിൽക്കാത്തൊരു പേരാണ്. പക്ഷേ പേര് മനസ്സിൽ നിന്നില്ലെങ്കിലും ഈ ഒരു സ്ഥലം എന്തായാലും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ബയോണിലുള്ള ഒരു പാർക്കിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ കുറച്ചുകൂടി നല്ല പിങ്ക് ആയിട്ടുള്ള പൂക്കളാണ് ഉണ്ടായിരുന്നത്. നല്ല ക്യൂട്ട് പിങ്ക് ആയിട്ടുള്ള പൂക്കളായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു സായാഹ്നം ഞങ്ങൾ ഈ ഒരു പാർക്കിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ഇന്ത്യൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ തോന്നി ഈ ഒരു വീഡിയോയുടെ ഭംഗി ഇത് മാത്രം കാണിക്കുന്നതാണ്. അപ്പോൾ ആ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.